ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ആയി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 3 to 4 months ആയി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇന്ന് ദുഃഖവെള്ളി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈസ്റ്ററിനായിരിക്കും. പക്ഷേ ഇന്ന് ദുഃഖവെള്ളി ആയിക്കൊണ്ട് നമ്മളൊന്ന് മലയാറ്റൂർ പോകാമെന്ന് വിചാരിച്ചു. കുറേ ആയി നമ്മൾ പോകണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നായിരുന്നു രാത്രി പെസഹ അപ്പമൊക്കെ മുറിച്ച് കഴിഞ്ഞ് ശരി ഒന്ന് പോകുന്ന പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം മുറിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പയമ്മ ഇല്ലായിരുന്നു, ഞാനും ചേട്ടനും ചേച്ചിയും പിള്ളേരും ഉള്ളായിരുന്നു. മലയാറ്റൂർ നമ്മളൊരു 12 മണിയോടുകൂടി നമ്മൾ എത്തി. പക്ഷേ ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് കറങ്ങി. ഓൾമോസ്റ്റ് ഒരു 1 hour ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടി. നിങ്ങൾക്ക് കാണാൻ നല്ല ട്രാഫിക് ഉണ്ട്. പിന്നെ ഞങ്ങളൊരു വീട്ടിലാണ് പാർക്ക് ചെയ്തത്. അവർ പേ ആൻഡ് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത്. ഞങ്ങൾ അവിടെയാണ് ഞങ്ങൾ പേ ആൻഡ് പാർക്ക് ചെയ്തത്. നല്ല ടയേർഡായി. പിന്നെ ഞങ്ങളൊരു കട്ടനും ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഒന്ന് മല കയറാമെന്ന് വിചാരിച്ചു. നല്ല ക്രൗഡായിരുന്നു. അവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മിസ്സായി അവർ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല ക്രൗഡുമായിരുന്നു. ഞങ്ങൾ ആ സമയത്തൊരു കട്ടനൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ നല്ല റീഫ്രഷായി. പിന്നെ മല കയറാമെന്ന് വിചാരിച്ചു. പിള്ളേർ കുഴപ്പമില്ല, അവർ സഹകരിച്ചു. അവരും അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ക്രൗഡൊക്കെ പെട്ടെന്ന് കണ്ട് കുട്ടികളും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവർക്കും. അതുകൊണ്ട് ജോണി നടന്നില്ല, അവന് ചെറിയൊരു പേടി. പിന്നെ കുഴപ്പമില്ല, അവൻ നടന്നു. അവന് എത്രത്തോളം നടക്കാൻ പറ്റുമോ ശരി അത്രത്തോളം നടത്താമെന്ന് വിചാരിച്ചു. കാരണം മല അങ്ങ് കയറണല്ലോ. ഞാനൊരു +2 പഠിക്കുമ്പോഴാണ് ഞാൻ മലയാറ്റൂർ പോയേക്കുന്നത്. അത് കഴിഞ്ഞൊരു ലോങ് ഗ്യാപ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു 12 വർഷത്തിന് ശേഷമാണ് വീണ്ടും മല കയറാൻ പോകുന്നത്. ഇതാട്ടോ മലയുടെ ആ സ്റ്റാർട്ടിങ് ഭാഗം. അപ്പം ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. കാര്യം പറഞ്ഞാൽ രാത്രി ആയാലും അപ്പോഴത്തേക്ക് നമ്മളൊരു 2 മണിയായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ച് 1:30-2 മണിയോടുകൂടിയായി. അപ്പം കുഴപ്പമില്ല, നമ്മൾ മല കയറാൻ തുടങ്ങി. അപ്പം എന്തായാലും നടക്കുന്നുണ്ട്. താഴെ നിന്ന് കാറ്, അങ്ങനെ ഒരു സെറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞു കളിപ്പാട്ടങ്ങളുടെ. അപ്പം കാറ് അത് ഇതൊക്കെ മേടിച്ച് 3 പേർക്കും ഓരോരോ കാറൊക്കെ മേടിച്ച് അതും പിടിച്ച് നടക്കുന്നു. അവൻ സഹകരിച്ചു, കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി. പിന്നെ ഞങ്ങളങ്ങ് കയറാൻ തുടങ്ങി. ഞാൻ ഓർത്തു ഇപ്പോൾ ഒന്നാം സ്ഥലം എത്തും എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നടക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്നാം സ്ഥലം അങ്ങ് ദൂരെയാണ് എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നില്ല. എല്ലാവരും വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തിനാണ് അങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നതെന്ന്. കാരണം ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായി അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പിടിച്ചതെന്ന്. നല്ല ഗ്രിപ്പ് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ലീക്ക് പാറക്കെട്ടുകളൊക്കെ കണ്ടപ്പോൾ അവനൊരു മടുപ്പ് തോന്നി. ഞാൻ പിന്നെ പാതി സ്ഥലത്തോട് ഞാൻ ഇരുന്നു. ചേട്ടനും ചേച്ചിയും വരുന്നേ ഉള്ളതായിരുന്നു. കാരണം ജോണി നടക്കുന്നില്ലായിരുന്നു. അവനെ എടുത്തുകൊണ്ട് പിന്നെ അവർ ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്രത്തോളം പോകുമോ അത്രത്തോളം പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. അപ്പം